ഹലോ പിങ്കി, എടി എത്ര തവണയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്? നീ ഇങ്ങോട്ട് വരണില്ലേ? ആ, ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാ വരാം. നീ ഈ അടുത്തെങ്ങാനും വരൂ. ആ, എന്തായി നിന്റെ പ്ലാൻ? നീ ഹോസ്റ്റലാ നിൽക്കാൻ പോണേ? വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട്? ആ, വീട്ടിലാണ് നിൽക്കണ്ടേ. നീ വരണം കാത്ത് ഞാൻ ഇവിടെ നിൽക്കുവാണ്. എനിക്കാണെങ്കിൽ ഇവിടെ കമ്പനി അടിക്കാനും നീ വന്നാലേ ശരിയാവുള്ളൂ. സെറ്റാവല്ലോ. അതൊക്കെ ഉണ്ടാക്കി തരാം. അമ്മയില്ലേ ഇവിടെ, എല്ലാം നമുക്ക് ശരിയാക്കാം. നീ ആദ്യം ഇങ്ങോട്ട് വാ ഒന്ന്. ആ, നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ആ ആ, അതൊക്കെ ഞാൻ പറയാം. ശരിയടി. അയ്യോ, കഴിഞ്ഞോ കഴിഞ്ഞോ? എടാ ഞാൻ ഇപ്പൊ വിളിക്കാമേ. വേണ്ട, എല്ലാം കരിഞ്ഞു. ആ, ഇനി എന്തോ ഇതെന്തോണ്ട്? ഇതെന്തോ കൂട്ടാനുണ്ട്? ഒന്നുമില്ല. അതാണ്ട് പരിച്ചു ഇതെന്തോ ഇത്? ഞാൻ ആ പിങ്കി അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ശ്രദ്ധ ഒന്നും. നിനക്ക് ആരെങ്കിലും ഒരു ഫോണിൽ സംസാരിക്കാൻ കിട്ടിയാലേ നീ സംസാരിച്ചോണ്ടേയിരിക്കും. അടുപ്പത്തിരിക്കുന്ന നീ നോക്കുന്നേ ഇല്ല. സംസാരിച്ചോണ്ടേ ഇരിക്കുമല്ലോ 24 മണിക്കൂർ. ഒന്ന് ഞാൻ അവളെ ഒന്ന് ഫോൺ വിളിച്ചാണ്, അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയത്. ഒരബദ്ധം. നാളെ ഇങ്ങനെ അബദ്ധം പറ്റി എന്റെ കൈ പൊള്ളിയില്ലേ? അവിടെ പാട് പോയി. അതെ അതെ. അത് ഈ കൂട്ടാന്റെ പേരെന്തുവാ? ഇത് തക്കാളി വെന്താലോ കരിഞ്ഞാലോ. കരിഞ്ഞാലോ. കൊള്ളാം. ചൈനയിലെ ഒരു വിശിഷ്ട ഐറ്റം ആണ് ഇത്. കഴിച്ചിട്ടില്ല? ഇല്ല. ഇനിയിപ്പോ ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ ചൈനയിൽ പോകാൻ പറ്റുമോ? വേണ്ട, അതിനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മ എനിക്ക് ചൈനയിൽ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ചൈനയിലെ ഐറ്റം ഞാൻ ഇവിടെ കൊണ്ടുവരും. നന്നായി. വലിയൊരു പാചകക്കാരിയാ ഞാൻ. എന്റെ പേരും കൂടെ ചീത്തയാക്കുന്നു. പിന്നെ വലിയ പാചകക്കാരി. അമ്മ പണ്ട് ഇതേപോലെ ഉണ്ടാക്കുമ്പോഴേ ഞാനിങ്ങനെ പറയല്ലോ, അമ്മ അങ്ങനെ ശരിയാലും ഇങ്ങനെ ശരിയാലും ഉണ്ടാക്കി വെച്ചാൽ അങ്ങോട്ട് കഴിച്ചാ മതി എന്ന് പറയുമല്ലോ. അന്നല്ല, എന്റെ ചെറുപ്പത്തിലേ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു വീട്ടിൽ. അല്ലെങ്കിൽ നല്ല ചുട്ട് അടി കിട്ടും. നിനക്കൊന്നും തരട്ടതാ ഞാൻ ഓർമ്മിക്കാന്. എന്തിന്? എനിക്കിപ്പോ ഓർമ്മക്കുറവെന്നാണ് പറയണ അമ്മ. ഓർമ്മക്കുറവുണ്ട്. അല്ല, അന്നൊരു ദിവസം നീ പാലടുപ്പത്ത് വെച്ചു പോയില്ലേ? തിളച്ച് വെന്ത് കരിഞ്ഞ് പാത്രമേ മാറ്റി. എന്റെ പൊന്നമ്മേ, ഇത് ഏത് വീട്ടിലാണ് നടക്കാത്തത്? പാല് പൊങ്ങാത്ത ഒരു വീട് പറ. ശരി, തുണി നനച്ച് അവിടെ കൊണ്ടിട്ടു. എന്നിട്ട് നീ എടുത്തില്ല, മഴ പെയ്തു. ആ തുണി ഞാൻ എടുത്താലേ അങ്ങ് വരൂ. തുണിയേ ബാന്ന് പറഞ്ഞ് ഞാൻ വയസ്സായ ഞാൻ കാരണമല്ലേ? വേറെ എത്ര പേരുണ്ട് ഈ വീട്ടില്? അവർക്ക് എടുക്കാലോ. എല്ലാത്തിനും നീ മറുപടി പറയും. അമ്മ എന്റെ അമ്മയാണോ അമ്മായി അമ്മയാണോ? നിനക്കിപ്പോ അങ്ങനെ തോന്നുന്നേ? ഈ ഇടയായിട്ട് അമ്മയുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അമ്മായി അമ്മയുടെ ഒരു ചായവാണ് വരുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയും. എന്ന് വിചാരിച്ച എനിക്ക് സ്നേഹക്കുറവൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഇനി മേല കരിക്കരുത് കേട്ടോ. അമ്മയെ കളിയാക്കണ തോന്നുന്നു. ഇത് നീ റാമിന് കൊടുത്തു നോക്ക്. കൊടുക്ക്. ഒരു കാര്യം ഞാൻ പറയാം. ഈ കുടുംബജീവിതവും ജോലിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ കല്യാണം കഴിക്കരുത്. എന്റെ അമ്മേ, ഒരു അബദ്ധം പറ്റിയപ്പോഴത്തേക്ക് അമ്മ ഒരു സിനിമ ഡയലോഗ് ഇത്ര നീളത്തിൽ അങ്ങോട്ട് അടിക്കണല്ലോ അമ്മേ. ഒരു കറി കരിഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നും പറ്റിയില്ല ഇവിടെ. അല്ല, ഇനി പറ്റാതിരിക്കാനാ ഈ പറയുന്നതേ. പറ്റാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ അമ്മ എങ്ങനെയാണ് അറിയുന്നത്? അത് എനിക്ക് ഇവിടെ ആരൊക്കെയോ പറഞ്ഞു കേട്ടതാ. ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേൾക്കാറുണ്ട്. ആര് പറഞ്ഞു? അതിപ്പോ എന്തിനാ അറിയുന്നേ? അതറിയണം. ആരാണ് ഇതൊക്കെ പറഞ്ഞ അമ്മ അങ്ങോട്ട് തിരികൊളുത്തി വിടണെന്നുള്ളത് അറിയണം. എന്നിട്ട് അവിടെ പോയി വഴക്കുണ്ടാക്കാൻ അമ്മ ഇങ്ങനെ കറക്കി വിടും. അമ്മ ഇവിടെ വന്നിരിങ്ങനെ ടങ് 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 എന്ന് പറഞ്ഞ് ആടിക്കൊണ്ടിരുന്നോളൂ. എന്തായാലും ഒരു കാര്യം, ഇനി നീ ഒന്ന് ശ്രദ്ധിക്ക്. ഈ ഫോണൊക്കെ വന്നാലും നീ ഇത് അടുപ്പത്ത് വെച്ചു പോകരുത്. എല്ലാം കരിഞ്ഞ് ഇതാവും. പിന്നെ നീ പറയുന്ന പോലെ ചൈനയിൽ പോയി ജാതി തന്നെ മറ്റേ ജാതി ഒന്നും പറയില്ലേ കേട്ടോ. ശരി ശരി തമ്പുരാട്ടി, ശരി. ഓടിയൊന്ന് അമ്മയടുത്ത് ഇതൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്ന ആരായിരിക്കും? മാമനായിരിക്കൂ? ഇങ്ങനെ എന്നെ അങ്ങനെ പാരയൊന്നും വെക്കത്തില്ല. ഞാൻ റാമേട്ടനായിരിക്കൂ. ആ ദുഷ്ടൻ അങ്ങനെ ചെയ്താലും ചെയ്യും. എന്തായാലും വരട്ടെ, കാണിച്ചു കൊടുക്ക. ഇനിയിപ്പൊ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കുഴപ്പപ്പിച്ചു കാണിച്ചു. ഒരാളെ ഇങ്ങനെയൊക്കെ വെറുപ്പിക്കാം. ഒരു ഡിഗ്രി എടുത്തേക്കോണം അവിടെ.
അമ്പടി കള്ളി നീ അങ്ങ് ചുമഞ്ഞൊരുങ്ങുകയാണ്. മാറ് അങ്ങോട്ട് മാറേ. എന്താണ് ഇപ്പൊ വന്ന് കെട്ടിപ്പിടിക്കണത്? എന്ത് എന്ത് കാര്യം എന്ത് ഇപ്പൊ വന്ന് ഒട്ടണ? എന്തടി കുന്ത് ഞാൻ ഇതിന്റെ റാമേട്ടൻ. കൂമേട്ടൻ ഒന്നും പറയണ്ട. ആ കൂമേട്ടൻ. നിങ്ങൾ എന്നെ പറ്റിയുള്ള കുറ്റമൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് എന്തിനാ? നിന്നെ പറ്റി എന്താ കുറ്റം പറഞ്ഞു? നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ എന്റെ അടുത്ത് എല്ലാം പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? എനിക്ക് ശ്രദ്ധയില്ലെന്നോ ഭയങ്കര അശ്രദ്ധ, എന്റെ കാര്യങ്ങളൊന്നും നോക്കണില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണില്ല, നിങ്ങൾ പോയി പറഞ്ഞു കൊടുത്ത എന്തിനാ അമ്മ അടുത്ത്? ഞാൻ പറഞ്ഞു നിങ്ങൾ അത് കൊച്ചു കുട്ടിയാ, LKG പഠിക്കണ. എന്തടി നിനക്ക് അത് വയ്യ, നിങ്ങളോട് ജീവിച്ച് വയ്യ. ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ മോത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയാൻ പറ്റേ? എന്ത് എന്താ കണ്ടോണ്ട് എനിക്ക് കുത്തു പഠിക്കാനാണ് തോന്നുന്നത്. കുത്തു പൊട്ടിക്കാൻ ഞാൻ ചെയ്തില്ലെന്ന് തന്നെ. എന്റെ പൊന്നെ റാമേട്ട, 1 or 2 പ്രാവശ്യം ഒന്ന് കറി കരിഞ്ഞു പോയി, കുറച്ച് പ്രാവശ്യം ഒന്ന് ഉപ്പ് കൂടി കാണും, ചിലപ്പോ എരിവ് കൂടി കാണും, അല്ലെങ്കിൽ ചിലപ്പോ പുളി കുറഞ്ഞു കാണും. നിന്റെ പ്രശ്നം എന്താണ്? ഞാൻ ഏത് കറി വെച്ചിപ്പോ? ഞാൻ വെച്ചപ്പം എന്നും വെച്ച് ഉടനെ ചെന്ന് എന്നെ പറ്റി അമ്മ എടുത്ത് പോയി കുറ്റം പറഞ്ഞു കൊടുക്കൂ? സത്യമായിട്ടും ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇത് എന്നെ കൊല്ലി. എന്തൊരു കള്ള സത്യം മനസ്സിലായത്. എന്നാലും നിങ്ങൾ ഇങ്ങനെ ഒരു ഒറ്റുകാരനായി പോയല്ലോ, ഒറ്റുകാരൻ. ഞാൻ പറഞ്ഞില്ലടി. ആ മതിൽ കൂടെ തല്ലി പൊട്ടിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല എന്ന് പറയില്ലേ. ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇന്നലെ വരെ എനിക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു തരി പോലും എനിക്ക് നിങ്ങളെ വിശ്വാസം. എപ്പോഴാണ് ആ വിശ്വാസം പോയത്? ഇന്നലത്തോടെ 10:30 വരെ ഉണ്ടായിരുന്നു. 11 മണിയായപ്പോ പോയി. 11 മണിയായപ്പോ പോയി. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, എനിക്ക് കുറച്ച് സ്വസ്ഥത തരൂ. എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. എടി, ഇത് എന്റെ അച്ഛനായിരിക്കും ഈ പണി കൊണ്ട് ഒപ്പിച്ചത്. നിനക്കുള്ളല്ലേ, എനിക്കുള്ള പണിയാണ്. എന്തോന്ന് പണി? നമ്മളെ തമ്മിൽ അടുപ്പിക്കേ. പിന്നെ മാമൻ എന്നെ അങ്ങനെ പാരവയ്ക്കത്തൊന്നുമില്ല. എനിക്ക് എന്തായാലും നിങ്ങളെ തന്നെയാണ് സംശയം. നിങ്ങളെ ഇത് ചെയ്യൂ. ഞാൻ എന്തോന്ന് പറഞ്ഞു? ഞാൻ അല്ലെന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നിങ്ങളെ കുറച്ച് നല്ല ശ്രദ്ധയും കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രാപ്തിയുള്ള ഒരു പെണ്ണെ പോയി അങ്ങ് വാങ്ങിച്ചോണ്ട് വന്ന് കേട്ടാ? എടി, വാങ്ങിച്ചോണ്ടൊന്ന് കെട്ടാൻ പറയുന്നത് ജേഴ്സി പശുവാ. ഞാൻ എവിടെ പോയി വാങ്ങിച്ചോണ്ട് കേട്ടാ? നീ എന്തോന്നാണ് ഈ പറയണത്? നിങ്ങൾക്ക് ജേഴ്സി പശു കേട്ടാ? എന്തിനവിടെ കറങ്ങി നിൽക്കണ? പോ അങ്ങോട്ട്, പുറത്തു പോ. ഇനി കുറച്ച് സമാധാനം താറാമേട്ട. ചെല്ല്, പോ. കൊണ്ടുവരാടി നിനക്ക് ഞാൻ സമ്മാനം 1.5 കിലോ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദിവാറിന്റെ കടയിൽ ഞാൻ വാങ്ങിച്ചോണ്ടോ. പോ, ചെല്ല്, പോ. ഇത് ഞാൻ അറിയാത്ത കാര്യമാണ് നീ പറഞ്ഞ. ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയല്ലേ. ഇറങ്ങ് പോ. ഞാൻ ചെരുപ്പ് ചെരുപ്പിട്ടല്ല, പോ. ഇനി പോയി അടുത്ത് എന്ത് കുറ്റം പറയാൻ ഇറങ്ങ അങ്ങോട്ട്. ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കതേ. ഇറങ്ങ്, പോ. ഇറങ്ങ്. ഒന്നും പറയണ്ട, ഞാൻ കണ്ടു. എന്തോ കാണാം, അതിനൊന്നും പറഞ്ഞില്ലല്ലോ. കാണുക മാത്രമല്ല, കേൾക്കുകയും ചെയ്തു. കളി അടിച്ചില്ലേ? അതാ ഞാൻ പറഞ്ഞ കളി അടിച്ച് ഞാൻ കേട്ടു. നീ ഇങ്ങനെ ഒരു പെങ്കോന്തനായി പോയല്ലോടാ. അവളൊന്ന് കണ്ണുരുട്ടിയപ്പോ നിന്റെ ഗ്യാസ് പോയി. പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചു. എന്ത്? അവള് വേണ്ടെന്ന് വെച്ചോ? അവളല്ല, എവിടെ ഒന്നും സംഭവിച്ചൊന്നുമില്ല. ഇനി അപ്പൊ ചെന്നോ നാട്ടെന്നാണ് ഒന്നും ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്ത് ദേഷ്യപ്പെടുന്നത് എന്തിനാ? നാണക്കേടായി പോയി. കമനാട് തോണ്ടിക്കൊണ്ടിരിക്കണ അച്ഛാ. അച്ഛന് എന്തിന്റെ കുഴപ്പം അച്ഛാ? ഭയങ്കര അസുഖം. ഞാൻ പണി കണ്ടില്ലേ? അച്ഛൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പറഞ്ഞു നടക്കണത്? ആരെ പറ്റി? അച്ഛൻ എന്റെ കുടുംബം കലക്കിയ ഇറങ്ങോളാം. നിന്റെ കുടുംബം കലക്കിയ? അപ്പൊ ചിരിക്കണേ, അപ്പൊ നിങ്ങൾ തന്നെയല്ലേ കാണിച്ചത്? എന്റെ ഭാര്യയെ പറ്റി ആവശ്യമില്ലാത്ത അനാവശ്യം പറഞ്ഞു നടക്കേണ്ട കാര്യം എന്താണ് ഇവിടെ? ഞാൻ നിന്റെ ഭാര്യയെ പറ്റി എന്തേലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? പറ്റിയെടുത്തപ്പോ പറഞ്ഞത് നിങ്ങളല്ല. ഞാനല്ല, ഞാൻ നിന്റെ അവളോടെ പറയണത്. അതല്ലേ ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് എന്തിന്റെ അസുഖം? എനിക്ക് പല അസുഖമുണ്ട്. നിനക്ക് ഏത് അസുഖം അറിയണം? ഈ അസുഖം അങ്ങ് മാറ്റണം. ഇപ്പൊ കയ്യിലിരിക്കുന്ന അസുഖം പറച്ചില്. ഉണ്ണിയുടെ സ്വഭാവം എന്തിനറിയേ? എന്റെ അടുത്ത്
നീ എന്തിനാ ഉദ്ദേശിച്ച് വന്നത്? അതാണ് എനിക്ക് ഉള്ളത്. എന്തൊരു ഉദ്ദേശത്തിലാണ്? ഞാൻ ചോദിക്കട്ടെ ദേ, വാടാ. ഇങ്ങോട്ട് വാ. ഞാൻ ചോദിക്കട്ടെ എന്തൊരു ചാട്ടുന്നു കൊണ്ട് പാടാ കൊടുക്കും. ഡേയ്, ഞാൻ ചോദിക്കട്ടെ നിന്റെ ഭാര്യയെ പറ്റി ഞാൻ പറയൂ അങ്ങനെ? ആ പറയും. നിങ്ങൾ അതും ചെയ്യും അതിന്റെ അപ്പുറവും ചെയ്യും. അതാണ് പറഞ്ഞത്. നിന്റെ ഭാര്യയുടെ ചോദിച്ചു നോക്ക് ഞാൻ എങ്ങനെയാണ് വളർത്തി പെരുമാറണമെന്ന്. എടാ എന്റെ അത് നമുക്കറിയാലോ. നിങ്ങൾ അവിടെ ചെന്ന് മോളെ എന്ന് പറഞ്ഞിട്ട് നല്ല അടിച്ച് വിട്ടുകൊടുക്കും. ഇവിടെ വന്നുണ്ട് എന്തിന് ഒന്നുമില്ല. ആ പെണ്ണെ പറ്റി കുറ്റം പറയാം. നീയാണോ ആ പെണ്ണെ പറ്റി കുറ്റം അത്രയും പറഞ്ഞത്? പിന്നെ അവിടെ നിന്ന് മാറ്റി പുട്ടാക്കി കാറ്റിക്കൊണ്ടുണ്ടല്ലേ. അത് കൊണ്ടുവന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നീ അവളെ പറ്റി നോണ പറഞ്ഞാണ്. അതാണ് പറയാ നിന്നെ പാമ്പ് പാമ്പ് വന്ന് ആരാണ് കൊത്തത് നമുക്ക് കണ്ടറിയാം. 6 മണിയാകുമ്പോഴായിരിക്കും വരണത്. 6 മണിയാ? മനുഷ്യനായല്ലോ കുറച്ച് ഉളുപ്പ് വേണം. ഉളുപ്പ് മനസ്സിലായി? ഇവിടെ ഭയങ്കര ഉളുപ്പ്. എടാ ചാപ്പാടെ ഇവിടെ നോക്ക്. നമ്മൾ രണ്ടുപേരും തെറ്റിക്കാൻ വേണ്ടി വീട്ടിനകത്തിരിക്കുന്ന പെണ്ണുങ്ങളെ കാണിച്ച വേലയായിരിക്കും. നീ അത് മനസ്സിലാക്കണം. അച്ഛനെ മോനെ അടുപ്പിക്കാൻ വേണ്ടി. അതായത് ഞാൻ എന്തിനു പറഞ്ഞവളെ നീ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കൂടാ. സത്യങ്ങൾ വളച്ചൊടിക്കാം, മറച്ചു പിടിക്കാം. പക്ഷെ ഒരു ദിവസം അത് പുറത്തു വരും. മിസ്റ്റർ ഉണ്ണിപ്പിള്ളേ, നീ രൂപരാമ എന്തടേ സേതുരാമയ്യരാ? ആശാനെ ഒന്നില്ലേലും ആശാന്റെ മോനല്ലേ ആശാനെ ഇങ്ങനെയൊക്കെ കാണിക്കാവൂ? എങ്ങനെയൊക്കെ കാണിക്കാവൂ? എടാ വലിയവര് സംസാരിക്കുന്ന ഇടയിൽ കയറി സംസാരിക്കരുത്. നീ ഇവിടെ ആര് വന്നാലും നിനക്ക് അങ്ങനെ ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. നിന്റെ മൊബൈൽ എന്തിനു വീഡിയോ എല്ലാവരും എടുത്താ? അച്ഛനും മോനും അടി കൂടണത്? എന്നാ ഇത് അങ്ങ് കൊണ്ടുപോയി മര്യാദയ്ക്ക് അടങ്ങി പോയി ഇരുന്നോണം. കൊണ്ടുപോയടാ അച്ഛനെ. അപ്പച്ചി ചേച്ചി അപ്പച്ചി ചേച്ചി അപ്പച്ചി ചേച്ചി ചേച്ചി വിളി. ഇത് എന്തോ ഇനി ബഹളം ഉണ്ടാക്കുന്ന എങ്ങനെ? അപ്പച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അച്ഛൻ എന്താണ് ഇവളെ പറ്റി അപ്പച്ചി എന്ന് പറഞ്ഞത്? ഞാൻ വല്ലതും നിന്റെ അടുത്ത് പറഞ്ഞ? അയ്യോ അങ്ങനെ ഇട്ട് കൊടുക്കല്ലേ. എന്തോന്ന് പറഞ്ഞു? പിന്നെ അങ്ങനെ ചോദിക്കണം. നേരത്തെ ഇവരാരാണോ എന്ന് പറഞ്ഞ അമ്മയടുത്ത്? ആര് പറഞ്ഞാലെന്താ? അത് നേര് തന്നെയല്ലേ അല്ലേടാ? അതെ അതെ. ആര് പറഞ്ഞല്ല. എന്റെ ഭാഗത്ത് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് ഒന്ന് പറയാലോ. അവർക്ക് രണ്ടുപേർക്ക് അമ്മ അടുത്തൊന്നും പറയേണ്ട ആവശ്യം. എനിക്ക് കുറ്റം ഇല്ലെന്ന് പറയില്ലേ? ഞാൻ പറഞ്ഞില്ല കുറ്റം. അപ്പൊ നിങ്ങൾക്ക് കുറ്റം ഉണ്ടോ? ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന്. ഇവർ രണ്ടിൽ ആരമ്മ പറഞ്ഞത്? ഒന്നും പറ. അത് നിങ്ങളാ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇവർ രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ. നമ്മൾ രണ്ടുപേരല്ല. പിന്നെ ഈ വീട്ടിലെ കാര്യം പിന്നെ വേറെ ആര് പറയാം? ഇല്ല ചിന്നു ചേച്ചിയുടെ അമ്മയല്ലേ അമ്മച്ചി. അപ്പൊ ചിന്നു ചേച്ചിക്ക് എന്തെങ്കിലും തെറ്റ് വെച്ച അമ്മച്ചിയുടെ അടുത്തല്ലേ പറയേണ്ടത്? ഇവിടെ അല്ലേലും ആരെങ്കിലും സത്യം പറഞ്ഞ ഇവിടെ എല്ലാവർക്കും പരിഹാസവും തല്ലൊക്കെ അല്ലേ? ഈ ബോഡിക്കകത്തുകൊണ്ട് അവൻ സ്പൈ വർക്ക് കേട്ടാ. സ്പൈ വർക്ക് എന്ത് പോട്ടെ. അമ്മയ്ക്ക് എങ്ങനെ പറയാം? ഞാൻ രാമേണ്ണ എന്തൊക്കെ സംശയിച്ചെന്നറിയോ? ഞാൻ മാമനെ വരെ സംശയിച്ചു. നീ ഓരോന്ന് കാണിച്ചു വെച്ചിട്ടല്ലേ? എന്തോന്ന് കാണിച്ചിട്ട്? ഇന്നലെ നീ എന്തോ അടുക്കള കാണിച്ചത്? ആ പാത്രം അങ്ങ് കരിച്ചു. ഇനി ഞാനെന്താ പറയുന്നറിയോ? ഇങ്ങനെ ഓരോന്ന് സംഭവിച്ചാലേ വലിയ അപകടത്തിലാ ചെന്ന് പെടാൻ പോകുന്ന അറിയാവോ? നിനക്കറിയാം, നീ കേട്ടിട്ടില്ലേ ഇവിടെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നൊക്കെ? ഇനിയിപ്പോ നാളെ ഈ വീട് തന്നെ കത്തിപ്പോയാലോ? ഞാൻ അവരോട് പറയും. ശരിയല്ലേ? ഇവളല്ലെങ്കിൽ എപ്പ അടുക്കള കൈ മുറിക്കും, കൈ പൊള്ളിക്കും. അതെ, നീ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. അത് പോയി സംഭവം കഴിഞ്ഞല്ലേ? നോക്ക് മക്കളെ അടുക്കള ചെന്ന് തലവേദന എടുത്തു വയ്യ ചായ ഇട്ടുണ്ടോ? ഞാൻ ചായ ഇടണം. നിങ്ങളൊക്കെ വലിയ ശ്രദ്ധക്കാര്. അതെ, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നീ എല്ലാ കാര്യത്തിലും ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അതേ ഉള്ളൂ. ശ്രദ്ധിച്ചില്ലേ വലിയ അപകടത്തിൽ വിടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ നിനക്ക് ചായ വേണോ? എന്താ ഒരു കാര്യം ചെയ്യും, ഒരു കടുപ്പത്തില് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചായ ഇട്ടുണ്ട്. ശരി ശരി, എല്ലാവർക്കും ഓരോ ശ്രദ്ധിച്ചൊരു ചായ. ശ്രദ്ധിച്ചൊരു ചായ. നല്ല ചായ ഇട്ടുണ്ടോ? നീ ഇനി ചുമ്മാ വഴക്കിന് മെക്കിട്ട് കയറാൻ ചെല്ലോ. അവനെ വിട്ടേരെ. ചെറുക്കനെ അങ്ങോട്ട് വിളി.
ഈയിടെയായിട്ട് ഇച്ചിരി ശ്രദ്ധക്കുറവുണ്ടോന്നൊരു സംശയമില്ലാതില്ല. മോളെ ചായ ഇല്ലേ? ഞാൻ എടുക്കാം അമ്മേ. വെറുതെ രാമേട്ടനെയും കുറ്റം പറഞ്ഞു. ആ ചെടി പൂത്ത കൊള്ളാണ്ട. അയ്യോ എന്റെ ദൈവമേ, പാലെന്ന് പറഞ്ഞാൽ തൈരാണോ വാങ്ങിച്ചോണ്ട് വന്നേ? ഇനിയിപ്പൊ എന്ത് ചെയ്യും? നല്ല ബെസ്റ്റ് സമയം തന്നെ, എല്ലാരും കളിയാക്കാനും അതിന് ഏറ്റ പോലെ ഒരു സംഭവം സംഭവിക്കാനും. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഓ, ഒരു ഐഡിയയും മനസ്സിൽ വരണമില്ല. ഇനിയിപ്പൊ എന്ത്? ഒരു കണക്കിന് ചൂട് കാലത്ത് ഇതാണ് നല്ലത്. ശരിയാ. നീ എന്ത് വിചാരിച്ചു? വാർദ്ധക്യ പ്രശ്നം പറ്റിയ എന്റെ ആശാനെ പോലെ എന്നാ കയറി വാടാ കുട്ട. ഇവ എന്തോ കാണിക്കണത്? കയറാൻ പറഞ്ഞ ആര്? ഞാൻ ഒരു പാച്ചിന് പറഞ്ഞേട്ടെ, നീ ഉടനെ വലിഞ്ഞ് കയറണ ഇതിന്. ഒരു നേരം ചെറുക്കന്റെ കൈയും കാര്യം ചുമ്മാരിക്കില്ലേ? അണ്ണന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ജോലി കേട്ടോ. നീ ആ ഷെഡിൽ നിന്ന് വെളിയിറങ്ങിയാലേ എനിക്ക് പേടിയാണ്. നീ എന്തെങ്കിലും ഒരു പണിയും കൊണ്ട് വരുള്ളൂ. ഇപ്പൊ ഒപ്പിച്ചോണ്ട് തന്നെ നിൽക്കുന്നത്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, അസിസ്റ്റന്റ് ആക്കാൻ പറ്റുന്നു. ഇങ്ങനെ കിഴക്കൊക്കെ തന്നാ കണ്ടോണ്ടിരിക്കോ? ഈ കിഴക്കൊക്കെ കൊണ്ടോണ്ടിരിക്കോ? എന്തോന്നു ഇവിടെ? ചായ അല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? പാല് വേണ്ടടി, ചായ മതി. ഇത് പാലല്ല, പിന്നെന്താ? സ്പെഷ്യൽ ലസ്സി. അയ്യോ എന്റെ പൊന്നു മക്കളെ ചായ ഇട്ടില്ലേ? എനിക്ക് ലസ്സി മതിയടി. എന്റെ രാമേട്ടന് മാത്രം സ്നേഹമുണ്ട്. നിനക്കെന്താടാ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന? ലസ്സി വേണ്ട നിനക്ക്? ഒരു പ്രസാദമല്ലല്ലോ മുഖത്ത് വന്നിട്ട്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അതെ, ഈ ചൂട് സമയത്ത് ഇത് കുടിച്ചാൽ വയറിളവില്ലേ? വയറിളക്കത്തിന് ബെസ്റ്റ് ആണ് ഇതല്ലേ രാമേട്ട? ചേച്ചിയാണെങ്കിൽ ചായക്ക് പാലിന് പകരം തൈരെടുത്ത് ഒഴിച്ചായിരിക്കൂ. ചെറുക്ക, നീ തന്നെ ആ ഷെഡിൽ കിടന്ന് പണിയെടുത്തത്. വെയിലത്ത് പാവം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നല്ല ആശ്വാസമായിട്ട് ലസ്സി ഉണ്ടെന്ന് അവൻ എനിക്കിട്ട് സാറ്റണം. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ കുടിച്ചാൽ മതി കേട്ടാ. കുടിയടാ അങ്ങട്ട്. കുടിയണില്ലേ? കുടിക്കേ. പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താരും കുടിക്കാതെ? ഞാൻ കുടിക്കും, നീ എന്നാ നോക്കോ? എടാ കുടിയടാ ഇറക്കാൻ എനിക്ക് വേണമെങ്കിൽ. എന്തോന്ന് രാമേട്ടാ നവരസങ്ങൾ പറഞ്ഞ മുഖത്ത്? ആരും കുടിക്കല്ലേ?